കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതേ കാശിക്കൂട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അടിയൊക്കെ കൊണ്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. കൊച്ചി ടി വി വെച്ച് കൊടുത്തേക്കുവാണേ. അപ്പോൾ ഇതേ വൈകുന്നേരം ഞങ്ങൾ പുകയ്ക്കുവാണ് കേട്ടോ. അപ്പം ഈ പുകയ്ക്കുന്ന നിങ്ങൾ ഓർക്കുമായിരിക്കും അകത്ത് വെച്ച് എന്തിനാണ് പുകയ്ക്കുന്നതെന്ന്. ഈ വെളിയിലേക്കാട്ടി കൂടുതൽ കൊതുക് എനിക്ക് തോന്നുന്നു അകത്താണെന്ന്. ഈ കിടക്കുന്ന മുറിക്കകത്താണെങ്കിൽ നിറയെ കൊതുക് കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വെച്ച് പുകയ്ക്കുകയാണെങ്കിൽ കുറച്ച് പുകയൊക്കെ അങ്ങോട്ട് പോകുമല്ലോ, അപ്പോൾ കൊതുകൊക്കെ അങ്ങ് പൊക്കോളൂ എന്ന് വിചാരിച്ച്. അപ്പം പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. 2 തൊണ്ട് വിളക്കത്തിരിയും കുറച്ച് കുന്തിരിക്കോ ഇട്ടതാണേ. ഞാനിങ്ങനെ അകത്ത് വെച്ച് പുകയ്ക്കത്തില്ല, വെളിയിൽ വെച്ചാൽ പുകയ്ക്കുന്നത്. കാരണം ഇവൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടി അകത്ത് വെച്ച് പുകയ്ക്കാൻ. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിരിക്കുക. അപ്പം എന്നാ നിങ്ങളും ഇങ്ങനെയൊക്കെ വൈകുന്നേരങ്ങളിൽ പുകയ്ക്കാറുണ്ടോ? അപ്പോൾ എൻ്റെ വീടുകളിലൊക്കെ വൈകുന്നേരം ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ പുകയ്ക്കുന്നത് കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിങ്ങനെ പുകയ്ക്കാറുണ്ടോ? കണ്ണ് നീർന്നു. അപ്പം ദേ കുറുമ്പം കാശി ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഹായ് കൊടുത്തേ, ഹായ് കൊടു. അവനെ കുളിപ്പിച്ച് എല്ലാം അവനെ റെഡിയാക്കി ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇനിയും കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ മടക്കിയെടുത്ത് ഇങ്ങോട്ട് വെച്ച് കേട്ടോ. മടക്കിയെടുത്ത് ഇനിയിപ്പം ഞങ്ങൾക്ക് കാപ്പി ഇടണം. കാപ്പി ഇട്ടിട്ട് കുടിക്കണം. ഈ കാപ്പിക്കുള്ള വെള്ളം എടുത്ത് വെച്ചു. ഈ ലൈറ്റർ കത്താൻ ഭയങ്കര പാടാട്ടോ, എന്തുവെന്ന് അറിയത്തില്ല. പുതിയ ലൈറ്റർ മേടിച്ചതാണ്, പക്ഷേ എനിക്കൊന്ന് താഴെ വീണായി 2-3 വട്ടം. ഇനി അതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. തീ വന്നിട്ട് അപ്പം പിന്നെ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് അതനുസരിച്ച് വീഡിയോസ് ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നാളെ ഞാൻ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. പിന്നെ ഞാൻ അവനെ അവിടെ ഇരുത്തിയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് മധുരം നന്നായിട്ട് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ട്, ഈ മധുരം ഒരുപാടിട്ട് നീ ഇങ്ങനെ കുടിക്കുന്നു. വീട്ടിൽ അമ്മയ്ക്ക് ഷുഗറുണ്ട്, അനിയന് ഷുഗറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിനക്കും ഷുഗർ വരും, നീ നിയന്ത്രിക്കണം, പഞ്ചസാര ഇങ്ങനെ ഒരുപാടിട്ട് കുടിക്കരുതെന്ന് പറയും. പക്ഷേ എനിക്കിന്ന് കാപ്പിക്കൊക്കെ നല്ല മധുരം വേണം. എനിക്ക് മധുരം വേണം കാപ്പിക്ക്. ചായയുടെ കൂടെ ഇന്ന് കഴിക്കാൻ റസ്ക്കാണേ. ഇത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ അച്ഛൻ എനിക്ക് മേടിച്ച് തന്നു വിടുന്ന റസ്ക്കാട്ടോ. എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ച് തന്നിരുന്നു. ഞാനപ്പോൾ നേരത്തെ ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ ഇതൊക്കെ കഴിച്ചിട്ടായിരുന്നു പോകുന്നത്.
അങ്ങനെ രാവിലത്തെ പലഹാരം തീറ്റിയൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഇതുപോലെ റിസ്ക് 2 കഴിച്ചേച്ചൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അച്ഛൻ മേടിച്ച് തന്നു വിടുന്ന കേട്ടോ. കുഞ്ഞിനും ഇഷ്ടമാണ്, അവനും കൊടുത്താൽ അവനും കഴിച്ചോളൂ. ഒരു ടിന്നുണ്ടായിരുന്നു, ഞങ്ങളിത് കഴിച്ചത് ഇത്രയാക്കി. അപ്പം ഞങ്ങൾക്കിന്ന് കാപ്പിയുടെ റിസ്ക്കാണ്. കാശിക്കുട്ടനെ ഞാൻ ഒരടി കൊടുത്ത് അവിടെ ഇരുത്തിയതാട്ടോ. എന്തിനാന്ന് വെച്ചാൽ അവൻ ഈ തീ കത്തിക്കൊണ്ട് ഇരിക്കുന്നതിനകത്തെല്ലാം കളിപ്പാട്ടം എല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് അതിനകത്ത് ഇടുക. അപ്പോൾ അതിനകത്ത് കിടന്ന് ഉരുകി കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കാനെ കൊണ്ട് കിടന്ന് കരയും. അപ്പോൾ അത് എടുത്ത് കഴിയുമ്പോഴത്തെ കയ്യിലെല്ലാം ഉരുകി പിടിക്കത്തില്ല. അതിന് ഞാൻ ഒരു അടി കൊടുത്തു. അപ്പോൾ നമ്മുടെ കാപ്പി കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തീണ്ടേ കാപ്പിയും റസ്ക്കും കൂടി ഞങ്ങൾ കഴിക്കാൻ പോവാണ്, ഞാനും കാശിയും കൂടെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.